Hi everyone, welcome to the Woman of Honor series. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണല്ലോ. ദി ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ്, അതാണ് വിഷയം. ഇന്ന് അതിൻ്റെ ഓർമ്മയെ നമ്മൾ സ്മരിക്കുന്ന ദിവസം ഗുഡ് ഫ്രൈഡേ. ലോകമെമ്പാടും എല്ലാ ക്രിസ്തീയ ജനങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിൽ ഇല്ലാത്തവർ പോലും ബഹുമാനിക്കുന്ന ഒരു ദിവസമാണ്. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ അതിന് ആ ശിക്ഷ ഏൽപ്പിക്കുന്നതിന് മുമ്പായി വിചാരണ നടത്തിയ ആ റോമൻ ഗവർണറെ കുറിച്ചാണ് ഇന്ന് അല്പമായിട്ട് ചിന്തിക്കുന്നത്. പീലാത്തോസ് എന്ന റോമൻ ഗവർണർ യേശുവിനെ ചോദ്യം ചെയ്ത് ശിക്ഷിച്ച് വിട്ടയക്കുവാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും യഹൂദന്മാരുടെ മുറവിളിക്ക് വഴങ്ങി യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കേണ്ടി വന്നു എന്നത് നാം കാണുന്നു. യഹൂദന്മാരുടെ കലഹം ഭയപ്പെട്ട് സാഹചര്യങ്ങൾക്ക് വഴങ്ങി വിധി കൽപ്പിക്കുന്ന ഒരു ന്യായാധിപനെയാണ് ഇവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നാം 33-ാം വാക്യത്തിൽ മുതൽ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ വിചാരണ ചെയ്യുന്നതായ പല സന്ദർഭങ്ങളും കാണുവാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: പീലാത്തോസ് യേശുവിനെ വിളിച്ച്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിനുത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത്, ഞാനൊരു യഹൂദനല്ല, നീ യഹൂദനായിരിക്കെ നിന്റെ ജനവും നിന്റെ മഹാപുരോഹിതന്മാരും നിന്നെ പിടിച്ച് എൻ്റെ പക്കൽ കുറ്റാരോപണം നടത്തി ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു ഇങ്ങനെ ഉത്തരം പറയുന്നു: എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞു. അതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നുവെന്ന് യേശു ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യം വന്നാൽ എന്ത് എന്ന് പറഞ്ഞു. ഈ കോട്ടിങ് എനിക്ക് വളരെ ഇഷ്ടമുള്ള, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ വാക്യം എൻ്റെ മനസ്സിൽ തടയുവാനിടയായി. സത്യം എന്നാൽ എന്ത് എന്ന്. ആ സത്യത്തെക്കുറിച്ചാണ് നാം എപ്പോഴും അന്വേഷിക്കുന്നത്. അതായത്, യേശുക്രിസ്തു സത്യമാണെന്നും അവൻ തന്നെയാണ് സത്യമെന്നും സത്യദൈവമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ പീലാത്തോസ് ചോദിക്കുകയാണ്, സത്യമെന്നാൽ എന്തെന്ന്. അതിന് യേശു വേറെ ഉത്തരവൊന്നും പറയുന്നില്ല. 19-ാം അധ്യായത്തിൽ വീണ്ടും പല സ്ഥലങ്ങളിലായി പീഡിപ്പിക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുന്നതുമായ യേശുവിനെ നാം കാണുന്നു. അതിനുശേഷം യഹൂദന്മാരുടെ പ്രഷറിന് വഴങ്ങി യേശുവിനെ ശിക്ഷയ്ക്ക് ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നാം വായിക്കുന്നു. എബ്രായ ഭാഷയിൽ ഗോൽഗൊത്ത എന്ന പേരുള്ള സ്ഥലത്തേക്ക് യേശു തൻ്റെ കുരിശും ചുമന്നുകൊണ്ട് അവിടേക്ക് അവനെ കൂട്ടിക്കൊണ്ട് പടയാളികൾ കൊണ്ടുപോകുന്നു. അപ്പോൾ യേശു തൻ്റെ കുരിശ് ചുമന്ന് കഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ സ്ഥലത്തെത്തിയ ശേഷം അവർ അവനെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചതായി നാം വായിക്കുന്നു. അപ്പോൾ പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു.
അതിങ്ങനെയായിരുന്നു: നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. അത് എബ്രായ ഭാഷയിലും റോമാ ഭാഷയിലും യവന ഭാഷയിലും എഴുതിയിരുന്നെന്ന് നാം വായിക്കുന്നത്. അതായത് ഹീബ്രു, ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകളിൽ മേലെഴുത്ത് എഴുതിയിരുന്നു. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിക്കുവാൻ ഇടയായി. അവർ വായിച്ച ശേഷം അവരുടെ മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അപ്പോഴാണ് പണി പാളിയെന്ന് അവർക്ക് മനസ്സിലായത്. അവരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് അവനെ കണ്ട് മേലെഴുത്ത് തിരുത്തി എഴുതണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പീലാത്തോസ് അതിന് വഴങ്ങിയില്ല. ഞാൻ എഴുതിയത് എഴുതി എന്ന് അവൻ പറഞ്ഞു. ഇപ്പോഴാണ് അങ്ങനെ ഒരു നിർദോഷിയുടെ രക്തം ചൊരിയിപ്പിച്ച യഹൂദന്മാർക്ക് 8ൻ്റെ പണി കിട്ടിയെന്ന് മനസ്സിലാവുന്നത്. നസ്രായൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് ലോകമൊക്കെയും അംഗീകരിച്ചു. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഷ്ടപ്പെട്ട് കുരിശുമരണം വരിച്ച് നമുക്കായിട്ട് അവൻ്റെ ജീവനെ അർപ്പിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ലോകമൊക്കെയും സുവിശേഷം എത്തുകയും എല്ലാവരും കർത്താവിനെ രാജാവായും രാജാതിരാജാവായൊക്കെയും അംഗീകരിച്ചതായിട്ടും നാം വായിക്കുന്നു. അതുപോലെ നാം വിശ്വസിക്കുന്നു. ഇപ്പോൾ 8ൻ്റെ പണി കിട്ടിയ യഹൂദന്മാരെ അവർ എന്തൊക്കെ വക്രബുദ്ധി കാണിച്ചിട്ടും അവസാനം ദൈവനിശ്ചയപ്രകാരം ആ പീലാത്തോസ് എഴുതിയ മേലെഴുത്ത് അത് അതേപടി തന്നെ നിലനിന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ന്യായാധിപനായിരുന്ന പീലാത്തോസിന് ഗവർണറെ സ്മരിക്കുമ്പോൾ സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ന്യായം പാലിക്കാതെ അത് യേശുവിന് കിട്ടേണ്ട ന്യായം കിട്ടാതെ യേശുവിനെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചത് നാം കണ്ടു. നാമും ഈ കാര്യങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ഈ ലോകത്ത് നടക്കുന്നതായ ന്യായങ്ങൾ, നീതി കിട്ടേണ്ടവന് നീതി കിട്ടാതെയും ന്യായം കിട്ടേണ്ടവന് ന്യായം കിട്ടാതെയും കഷ്ടപ്പെടുന്നതായ ഈ ലോകത്ത് കർത്താവിൻ്റെ നീതി അതാണ് യേശു ആഗ്രഹിക്കുന്നത് തന്നെയാണ്. മറ്റുള്ളവർക്ക് നീതി നടപ്പാക്കാനായിട്ടാണ്. നമ്മൾക്ക് അതിനുള്ള ശക്തിയും ബലവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.